ഭദ്രവിളക്കമ്മേ ശരണം. പരാശക്തിയാകുന്ന ദേവിയെ എങ്ങനെയാണ് പൂർണ്ണമായി ആരാധിക്കേണ്ടത് എന്ന് നാം ചിലരൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ട്. ദേവിയെ ആരാധിക്കുക, ദേവിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് സിദ്ധമാകണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് ആ ദേവിയെ മനസ്സിൽ, ദേവിയുടെ 30 മുക്കോടി ഭാവങ്ങളിലെ ഇഷ്ടമുള്ള ഭാവത്തെ, നമുക്ക് ദുർഗയായിട്ടും നവദുർഗാഭാവത്തിലുള്ള ഭാവങ്ങളെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ചിന്തിക്കാം. അല്ലെ മഹാലക്ഷ്മിയെ ചിന്തിക്കാം, അല്ലെ സുബ്രഹ്മണ്യനെ ചിന്തിക്കാം. 30 മുക്കോടി ഭാവത്തിൽ വന്നിരിക്കുന്ന ഏത് ഭാവത്തെയും മനസ്സിൽ ചിന്തിച്ച് ഇതെല്ലാം ദേവിയുടെ അംശം തന്നെയെന്ന് നാം മനസ്സിലാക്കുകയും ആ പരാശക്തിയുടെ കനകധാരാ ഭാവത്തിലുള്ള ലക്ഷ്മിയെ കുടത്തിൽ നിന്ന് നാണയത്തെ പൂർണ്ണമായിട്ട് കുംഭത്തിൽ നിന്ന് നമുക്ക് തരുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് ശുദ്ധവൃത്തിയോടുകൂടി നമ്മൾ ഉപവശനായി അല്ലെ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ധ്യാനിക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹ സിദ്ധി നിരന്തരമായി യജ്ഞം ചെയ്യുമ്പോൾ, നിരന്തരമായി ഈ നാമജപങ്ങൾ, നിരന്തരമായി ഇതേ ആവർത്തനം കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ദേവിയെ ഭജിക്കുന്ന ഒരു ഭക്തന് നിശ്ചയമായും ദേവി പൂർണ്ണമായ എല്ലാവിധ അനുഗ്രഹ സിദ്ധികളും ധനവും ധാന്യവും രത്നവും സമൃദ്ധിയും കുലീനതയും തേജസ്സും മഹിമയും അഷ്ടാശ്ചര്യവും നിശ്ചയമായി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിടും എന്നത് സത്യം തന്നെയാണ്. ആ സത്യത്തെ മനസ്സിലാക്കി എല്ലാവരും ശുദ്ധവൃത്തിയോടുകൂടി പുലർക്കാലയും വൈകുന്നേരം മൂവന്തിക്കുമുള്ള നിലവിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുക. ഓം ഭദ്രവിളക്കമ്മേ ശരണം.